നമുക്കൊന്ന് ഡൽഹിയിലേക്ക് പോകാം. സമയം ഇപ്പോൾ 10 മണി കഴിഞ്ഞ് 12 മിനിറ്റ്. ദില്ലിയിൽ പുതുവത്സരാഘോഷ യാത്രകളെ ബാധിച്ചത് മൂടൽമഞ്ഞാണ്. ഇന്ന് റെഡ് അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതാ 148 വിമാനങ്ങൾ റദ്ദാക്കിയിട്ടുണ്ട്. 2 വിമാനങ്ങൾ വഴിതിരിച്ചു വിട്ടിട്ടുണ്ട്. ശ്രീനഗറിലും ശക്തമായ മഞ്ഞാണ്. നോബൽ ബാരിക്കാരനുണ്ട്. നോബൽ ബാരിക്കാരൻ, ദില്ലിയിലെ പുതുവത്സരം മൂടൽമഞ്ഞ് കൊണ്ടുപോയോ? അരുൺ, വെരി ഗുഡ് മോർണിംഗ്. ദില്ലിയിൽ നല്ല തണുത്ത പ്രഭാതമാണ്. നല്ല മൂടൽമഞ്ഞുണ്ട്. പുതുവർഷം എന്താണെങ്കിലും മൂടൽമഞ്ഞ് കൊണ്ടുപോയി എന്നാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാവുന്നത്. അല്പം 10 മണിയായപ്പോൾ ചെറുതായെങ്കിലും കാഴ്ചപ്പെടുത്തി വന്നിട്ടുണ്ടെങ്കിൽ പോലും ഇപ്പോഴും നമുക്ക് കാണാൻ കഴിയും. തൊട്ടപ്പുറത്തെ കെട്ടിടങ്ങളൊന്നും കാണാൻ കഴിയുന്നത് മഞ്ഞ് ഇപ്പോഴും മൂടിക്കിടക്കുകയാണ്. പുകമഞ്ഞ് കൂടിയാണ്. മൂടൽമഞ്ഞിനൊപ്പം പുകയും കൂടി ഉള്ളതുകൊണ്ട് പുകമഞ്ഞ് എന്ന് വേണം ഇതിനെ നമുക്ക് പറയാൻ. വലിയ പ്രതിസന്ധി ഇത് ഗതാഗത സംവിധാനങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. കാരണം യാത്രകളൊക്കെ പോകുന്ന ആളുകൾക്ക് വലിയ പ്രതിസന്ധിയാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. പ്രത്യേകിച്ച് വിമാന സർവീസുകളെ ബാധിച്ചിരിക്കുന്നത് വളരെ പ്രതികൂലമായാണ്. ഇന്നിപ്പോൾ 148 വിമാനങ്ങൾ ദില്ലി അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ റദ്ദാക്കിയിരിക്കുന്നു എന്നാണ് അവിടെ നിന്ന് റിപ്പോർട്ടുള്ളത്. 100-ലധികം വിമാനങ്ങൾ ഇതിനോടൊപ്പം തന്നെ വൈകിയാണ് സർവീസ് നടത്തുന്നത്. സാധാരണ ഒരു 10 മണി 11 മണിയെ കഴിയുമ്പോഴായിരിക്കും സാധാരണഗതിയിൽ ഈ കാഴ്ചാപരിധി അല്പം മെച്ചപ്പെടുക. അപ്പോൾ സാധാരണഗതിയിൽ വിമാനങ്ങൾ സാധാരണയിലേക്ക് എത്താൻ പതിവാണ്. പക്ഷേ ഇപ്പോൾ 10 മണി കഴിയുമ്പോഴും വിമാന സർവീസുകൾ സാധാരണയിലേക്ക് എത്താൻ കഴിഞ്ഞില്ല. അതായത് മൂടൽമഞ്ഞ് ശക്തമായി തുടരുന്നു എന്നാണ് അതിൽ നിന്ന് വ്യക്തമാകുന്നത്. ആളുകളൊക്കെ ജോലിക്ക് പോകുന്നവരൊക്കെ ആണെങ്കിൽ പോലും മൂടി പുതച്ചൊക്കെ പോകുന്ന സാഹചര്യമാണ് ഉള്ളത്. അത്തരത്തിലുള്ള പ്രതിസന്ധിയാണ് ദില്ലിയിൽ ഉള്ളത്. ട്രെയിനുകളുടെ കാര്യത്തിൽ സമാനമായി തന്നെ സാഹചര്യമാണ്. ട്രെയിനുകളും വളരെ വൈകിയാണ് സർവീസ് നടത്തുന്നത്. നോർത്തേൺ റെയിൽവേയുടെ 100-ലധികം ട്രെയിനുകൾ വൈകി സർവീസ് നടത്തുന്നുണ്ട്. എന്താണെങ്കിലും പുതുവർഷ ആഘോഷം അത് നല്ല മൂടൽമഞ്ഞിലായിരിക്കും ദില്ലിയിൽ നടക്കാൻ പോകുന്ന കാര്യത്തിൽ യാതൊരു സംശയവും ഇല്ല. പ്രധാനമായും ഈ ഗതാഗത സംവിധാനങ്ങൾ താറുമാറാക്കുന്നതിനൊപ്പം തന്നെ വായു ഗുണനിലവാരം എന്ന് പറയുന്നത് 400-നും അടുത്തും 400-നും മുകളിലും ഒക്കെയാണ് പലയിടത്തും രേഖപ്പെടുന്നത്. ഇതും പ്രതിസന്ധി ആവുന്നുണ്ട്. ഇന്നലെയും റെഡ് അലർട്ട് ആയിരുന്നു. ഇന്നിപ്പോൾ തുടർച്ചയായി 3-ാം ദിവസവും റെഡ് അലർട്ടിലേക്ക് ദില്ലി മാറിയിരിക്കുന്നു എന്ന് പ്രധാനപ്പെട്ടതാണ്. അതായത് മൂടൽമഞ്ഞും നല്ല തണുപ്പുമൊക്കെ ദില്ലിയിലേക്ക് എത്തിയിരിക്കുന്നു. ഒപ്പം ഈ പുക കൂടി ശക്തമായതോടെ, പ്രത്യേകിച്ച് വായു മലിനീകരണം ശക്തമായതോടെ ആളുകൾ വലിയ പ്രതിസന്ധിയിലേക്ക് പോകുന്ന കാഴ്ചയാണ് രാജധാനസ്ഥാനത്ത് ഉള്ളത്. ശ്രീനഗറിലും വിമാനങ്ങൾ റദ്ദാക്കിയിട്ടുണ്ട്. അരുൺ, താങ്ക് യു. നോബൽ ബാരിക്കാരനാണ് ദില്ലിയിൽ നിന്ന് വിവരങ്ങൾ നൽകുന്നത്. നല്ല തണുപ്പാണ് കേട്ടോ. തണുപ്പിനേക്കാൾ പ്രശ്നം ഒന്നീ വായു മലിനീകരണം, 2 മൂടൽമഞ്ഞ്. കാണാൻ പറ്റില്ല. രാത്രിയിലൊക്കെ വണ്ടിയൊക്കെ എടുത്തുകൊണ്ട് പോയി കഴിഞ്ഞാൽ തൊട്ട് മുമ്പിൽ ചവിട്ടിക്കഴിഞ്ഞാലേ കാണും, ഇടിച്ചു കഴിഞ്ഞാലേ. ആ അവസ്ഥയിലാണ്. അതുകൊണ്ട് ഇന്നിപ്പോൾ റെഡ് അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. വലിയ തിരക്ക് ന്യൂദില്ലിയിൽ ഉണ്ടാവുകയും ചെയ്യും. പക്ഷേ മൂടൽമഞ്ഞ് കൊണ്ടുപോയി എന്ത് ചെയ്യാൻ പറ്റും? പ്രിയപ്പെട്ട പ്രേക്ഷകരെ,